ഹേയ് ഹായ് ഗായ്സ് നമസ്കാരം. ഇത്തവണ ഒരു സ്പാനിഷ് ചിത്രത്തിൻ്റെ വിശേഷമാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും അടിച്ചമർത്തലുകളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കണമെന്ന് വാദിക്കുന്നവരെയാണ് അനാർക്കിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഈ ആശയത്തിൽ ശക്തമായി വിശ്വസിച്ചിരുന്ന ഒരു സ്പാനിഷ് അനാർക്കിസ്റ്റ് ആയിരുന്നു ലൂസിയോ ഉർട്ടുബിയ. നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയുടെയൊക്കെ ഒരു സ്പാനിഷ് വേർഷൻ. സംഭവബഹുലമായ ഇദ്ദേഹത്തിൻ്റെ ജീവിതകഥ അല്പം ഫിക്ഷനും കൂട്ടിച്ചേർത്ത് 2022 റൂയിസ് കാൽഡ്ര സംവിധാനം ചെയ്ത ചിത്രമാണ് എ മാൻ ഓഫ് ആക്ഷൻ. ചിത്രത്തിൻ്റെ കഥയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 1940കളിലാണ് ശരിക്കും കഥ ആരംഭിക്കുന്നത്. സ്പെയിനിലെ ഒരു ചെറിയ ഗ്രാമം. അവിടെ വളരെ ദാരിദ്ര്യത്തിലാണ് ലൂസിയോയുടെ കുടുംബം കഴിഞ്ഞിരുന്നത്. ഭക്ഷണത്തിനായി ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ അന്നേ ലൂസിയോയ്ക്ക് പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ലൂസിയോ രോഗിയായ തൻ്റെ അച്ഛന് മോർഫിൻ വാങ്ങാനുള്ള പണത്തിനായി ഗ്രാമത്തിലുള്ള ബാങ്കിനെ സമീപിക്കുന്നത്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ അവൻ അവിടെ നിന്ന് ലോണൊന്നും കിട്ടിയില്ല. അവസാന ശ്രമമെന്നോണം ബാങ്ക് ഉദ്യോഗസ്ഥന് നേരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് അവൻ്റെ ധൈര്യം ചോർന്നു പോയത് കാരണം ആ മോഷണ ശ്രമം പരാജയപ്പെട്ടു. അധികം വൈകാതെ തന്നെ ലൂസിയുടെ അച്ഛൻ മരിക്കുന്നു. അവൻ്റെ ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു, സാറ്റർ. അച്ഛൻ്റെ മരണശേഷം അവളാകട്ടെ പുതിയൊരു ജോലി അന്വേഷിച്ച് പാരീസിലേക്ക് പോയി. ലൂസിയോയ്ക്കായിട്ട് സൈനിക സേവനത്തിനായി പോകേണ്ടതുള്ളതുകൊണ്ട് അവിടെ വെച്ച് അവർ വേർപിരിഞ്ഞു. അതിനുശേഷം ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് അവർ വീണ്ടും കണ്ടുമുട്ടുന്നത്, അങ്ങ് പാരീസിൽ വെച്ച്. സൈനിക സേവനം അവസാനിപ്പിച്ചു പോകുന്ന ലൂസിയോ ഫ്രാൻസിൽ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി ജോലി ആരംഭിക്കുന്നു. അവിടെ വെച്ചാണ് ലൂസിയോ അനാർക്കിസ്റ്റ് ആശയങ്ങളെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നതും അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു തുടങ്ങുന്നതും. പോലീസിൻ്റെ അടുത്ത് നിന്ന് അത്യാവശ്യം തല്ലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ലൂസിയോ തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ കാരണക്കാരനായ വ്യക്തിയെ പരിചയപ്പെടുന്നത്, ക്വീക്കോ സബാട്ടെ. മറ്റൊരു തികഞ്ഞ അനാർക്കിസ്റ്റ് ആയിരുന്ന ക്വീക്കോ തൻ്റെ ആശയങ്ങൾക്കായി പോരാടിയിരുന്നത് ബാങ്ക് കൊള്ളകൾ നടത്തിയായിരുന്നു. അവരിരുവരും സമാന ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്നവരായതുകൊണ്ട് തന്നെ ആ സൗഹൃദം പെട്ടെന്ന് വളർന്നു. ക്വീക്കോയ്ക്ക് ലൂസിയോയെ നന്നായി ബോധിച്ചു. അതൊരു തുടക്കമായിരുന്നു. 60കളിൽ യൂറോപ്പിൽ അരങ്ങേറിയ കുപ്രസിദ്ധമായ പല ബാങ്ക് കൊള്ളകളുടെയും തുടക്കം. എന്നാൽ ഇതെല്ലാം കണ്ട് പോലീസും വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ലൂസിയോയെ പൂട്ടാനുള്ള അവസരം കാത്ത് അവരും പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അവസാനം ലൂസിയോയ്ക്ക് എന്ത് സംഭവിച്ചു, അയാളുടെ ജീവിതം എന്തായി തീർന്നു, ഇതാണ് ബാക്കി കഥ. സംഭവം ഇത് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫിലിമാണ്. ഈ പടം മൊത്തം കുത്തിയിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം അത് പകുതി വഴി വെച്ച് അവസാനിപ്പിച്ചു. ഇതൊരു ഫിലിം റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിലിം സജഷനായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതെന്ത് തന്നെയായിരുന്നാലും ഇതൊരു നല്ല പടമാണ്. പടത്തിൽ അങ്ങനെ വലിയ ഫൈറ്റ് സീനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഓരോ സീൻ കഴിയുമ്പോഴും അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു ഒരു ആകാംക്ഷ അത് നമുക്കുണ്ടാവും. കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ബൈ ബൈ.